ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സ്നാക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 6 എണ്ണമാണ് ഉള്ളത്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ 2 ബ്രെഡ് വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ബ്രെഡുമ്മേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബ്രെഡ് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യം വരും ലാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ബിസ്ക്കറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയറായിട്ട് ഇതുപോലെ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിസ്ക്കറ്റ് വെച്ച് സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഡാർക്ക് ഫാൻറ്റസി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വേറെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുക കേട്ടോ. പക്ഷേ ഡാർക്ക് ഫാൻറ്റസി കൊണ്ട് ഉണ്ടാക്കിയാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ 2 ബ്രെഡ് കട്ട് ചെയ്തതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഒരു ബിസ്ക്കറ്റും. ഇനി ഒരു ബ്രെഡിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇതും കവർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ബാറ്റർ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. ചിലപ്പോൾ 2 മുട്ട തികയാതെ വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടി എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അരികുവശം ഒന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിയൊന്നും പോവില്ല കേട്ടോ. നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല പോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അരികുവശമൊക്കെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും കേട്ടോ. ഇതിപ്പോൾ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണ്. എന്നാലും ഇത് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ബ്രെഡും ബിസ്ക്കറ്റും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണ്ട. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വിട്ടു പോകുന്നില്ല കേട്ടോ. ഒരെണ്ണമായിട്ട് തന്നെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുക. കണ്ടോ, ഇതിപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കാത്തൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ അത്. ബ്രെഡും ഡാർക്ക് ഫാൻറ്റസിയും വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ അതിലുള്ള ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊന്നും മെൽറ്റാവും. അപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ അത്. പിന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഈ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഈ സ്നാക്ക് തന്നെ ഒന്ന് തിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ വായിലോട്ട് വരും. ഇപ്പൊ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാകുക. റഷീദ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് ഓടി കഴിച്ചിട്ടുണ്ടായി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.